ഈ വീഡിയോ എത്ര പേര് കാണും? ഏകദേശം ഒരു 10,000 പേര് കാണായിരിക്കും അല്ലേ? പക്ഷേ ഈ 10,000 പേർക്കും ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും ജീവിതത്തിൽ ഫസ്റ്റ്. ഈ വിളക്ക് കത്തിക്കുന്നത് ഈ തറവാട്ടിൽ നിന്നും ഓരോരുത്തർ പോയിട്ട് വേണം ഡെയിലി വിളക്ക് കത്തിക്കാൻ. അവിടെ നമ്മളെന്തിനാ പറഞ്ഞത്? ഇത് പാമ്പിന് ഒഴിച്ചു കൊടുക്കുന്നല്ലേ വിചാരം. തെറ്റായ രീതി, തെറ്റായ ചിന്താഗതി. നേരെ മറിച്ച് അമ്പലത്തിലാണെങ്കിൽ അവിടെ സമാധി വേണം. പ്രകൃതിയിലേക്ക് കണക്ട് ആവാൻ ഈ മരത്തിൻ്റെ ഉള്ളിലൂടെ ഈ ഇലകളിലേക്ക് നമ്മുടെ തോട്ട്സുകൾ പോവുകയും അതിനുള്ള സൊല്യൂഷൻ ആ മരങ്ങൾ തന്നെ തിരിച്ചു തരികയും ചെയ്യും. ഇല പൊട്ടിച്ച് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അസുഖങ്ങൾ പമ്പാടും നമ്മുടെ സൊല്യൂഷൻസ് ആ ചെടികളിൽ ഉണ്ടാകും. കേതുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന കാവിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, അവിടുത്തെ പഞ്ചഗവ്യം സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ കേതുവിൻ്റെ ഈ ചതലിൻ്റെ കുറ്റിക്ക് വെച്ച് കൊടുക്കും. എണ്ണിയാൽ തീരാത്ത സീക്രട്ട് കൊണ്ടുവരുന്ന ബ്രെയിനാണ് എൻ്റെ ബ്രെയിൻ. ഇതൊക്കെ തെറ്റാണെന്ന് പറയുകയും ഞാൻ മണ്ടനാണെന്നും പറയുകയും ചെയ്യുന്ന ഈ സമൂഹത്തിനെ നമ്മളിങ്ങനെ പ്രതികരിക്കും. ഇതിനെന്ത് നമ്മൾ പറയും? ദേവന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ അപകട സാധ്യതകൾക്ക് ചൂണ്ടിക്കാട്ടില്ലേ? തീർച്ചയായിട്ടും. ഈ വെടിക്കെട്ട് അപകടം ഉണ്ടായി, ഒരുപാട് പേര് മരണപ്പെട്ടു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നേരത്തെ അറിയാമെങ്കിൽ അറിയിച്ച് തരികയാണല്ലോ, ദേവത തന്നെ പറയുകയാണല്ലോ, എന്തുകൊണ്ടാണ് ഈ മനുഷ്യരത് കേൾക്കാത്തത്, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാത്തത്? അങ്ങനെയല്ല, മനുഷ്യനത് കേൾക്കാനുള്ള കഴിവില്ല. അതാണോ? കാരണം മനുഷ്യനെ ഇവിടെ പ്രിന്റ് ചെയ്ത് വരുന്നത്, മനുഷ്യൻ ഇവിടെ പുറത്തേക്ക് വരുമ്പോൾ ബ്ലാങ്ക് മെമ്മറി ആയിട്ട് വരുന്നത്. ബട്ട് കോഴിക്കുഞ്ഞും പട്ടിക്കുഞ്ഞും അങ്ങനെയല്ല, ബ്ലാങ്ക് മെമ്മറി അല്ല. അവര് ജനറ്റിക് മെമ്മറിയിൽ വരുന്നത്. നമ്മൾ ജനറ്റിക് മെമ്മറി ഉണ്ട്, ഇല്ല എന്നല്ല, ബട്ട് അത് മാച്ച് കാണിട്ടാണ് വരുന്നത്. ആ സമയത്ത് മനുഷ്യന് ഒബ്സർവേഷൻ, അതായത് എടുക്കുന്ന ഫ്രീക്വൻസിക്ക് വേരിയേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ വലിയ കപ്പൽ അപകടം നടക്കുന്നതും ബോട്ട് അപകടം നടക്കുന്നതും ചിലവർക്കൊക്കെ ഇൻഡിക്കേഷൻസ് കിട്ടും. ചിലവരങ്ങനെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഇൻഡിക്കേഷൻ കിട്ടുന്ന ഉപകാരമൊന്നുമില്ല ലോകത്തിന്. അപ്പോൾ അത് കിട്ടും. അത് എന്തുകൊണ്ടാണെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്താണെന്നാണ് ചോദ്യം. പൂരമായിക്കോട്ടെ, ബോട്ട് അപകടമായിക്കോട്ടെ, ട്രെയിൻ അപകടമായിക്കോട്ടെ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ടാണ് ഞാൻ വിമാനാപകടമായിക്കോട്ടെ എന്നർത്ഥം. ഇതിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ചുരുളി എന്ന് പറയുന്ന ചുരുളി എന്ന വാക്കിന്റെ അർത്ഥം എന്നിട്ടാ റൗണ്ടിൽ തന്നെ ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞില്ല, ചുഴലി. ചുഴലി എന്ന് പറയും, ചുഴലി എന്ന് പറയും, ചുഴലി എന്നും പറയും. രണ്ടും പല പേരിൽ പറയും. രണ്ടിന്റെ അർത്ഥം എന്താ? കറങ്ങിക്കൊണ്ടിരിക്കുന്ന, അതിന്റെ ഉള്ളിൽ കയറിയാൽ പെട്ടുപോകുന്ന അർത്ഥം. ഇറങ്ങാൻ പറ്റില്ല. ഈ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയട്ടെ, ചന്ദ്രൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആകാശത്ത്, സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ലഗ്നം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ 2 മണിക്കൂറിൽ മാറിക്കൊണ്ടിരിക്കുമല്ലോ. ശനി 2.5 കൊല്ലം കൂടും മാറിക്കൊണ്ടിരിക്കും, ഗുരു ഓരോ കൊല്ലം മാറിക്കൊണ്ടിരിക്കും. കറക്റ്റ്. അതുപോലെ ഈ ചുഴലി എന്ന് പറയുന്ന ആത്മാവിനെ എടുക്കാൻ കഴിവുള്ള ഒരു സംഭവം ഈ ഭൂമിയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എവിടെയാണ്, എങ്ങനെയാണ് കറങ്ങാന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ലൈക്ക് മാന്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നത് കേരളത്തിൽ നമ്മൾ മാത്രമല്ലോ. കേരളത്തിലാണ് മാന്തി ക്ഷേത്രങ്ങളും തെയ്യം ഒക്കെ ഉള്ളത്. അപ്പൊ മാന്തിക്ക് അമ്പലമുള്ളതും കേരളത്തിലാണ്. തമിഴന്മാർക്ക് പോലും അതിനെ കുറിച്ച് അറിയില്ല. ഈ മാന്തി എന്ന് പറയുന്ന സംഭവം ഗ്രഹങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ടിരിക്കും. ഒരു 5 മിനിറ്റ് മാറിയാൽ വേറെ ചാടും. നേരെ മറിച്ച് ഗുരു തന്നെ 1 കൊല്ലം അവിടെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ശുക്രൻ അല്ലെങ്കിൽ മറ്റേ സൂര്യനാണെങ്കിൽ 1 മാസം അവിടെ തന്നെ ഉണ്ടാവും. ചന്ദ്രൻ 3 ദിവസം ഉണ്ടാവും. പക്ഷെ ഈ മാന്തി എന്ന് പറഞ്ഞ ഗ്രഹം ചാടി കളിക്കുന്നത് കാണാൻ പറ്റാത്തത് പോലെ, മാന്തിയെ പോലെ ഒരു ഗ്രഹം, ഒരു എനർജി ഫോഴ്സ് ഉണ്ട്. ആ എനർജി ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ചുഴലി. പിന്നെയാണ് അത് ചുഴലിയും ചുഴലിക്കാറ്റും ഇതൊക്കെ ആയിട്ട് മാറിയത്. ചുഴലിക്കാറ്റ് വരുന്നതെന്ന് പറയുന്നത് ഒന്നും കാണാൻ പറ്റില്ല, ആകെ പൊടിപടലായിരിക്കും. ഈ സാധനത്തിന്റെ ഇടയിൽ വാഹനങ്ങളോ വിമാനമോ എന്ത് പെട്ടാലും സ്പോട്ടില് അവിടുത്തെ ജീവനെടുക്കും. അതില് ഞാൻ ദൈവവിശ്വാസിയാണ്, ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, ഞാൻ വലിയ സംഭവമാണ്, ഞാൻ ആത്മീയതയിൽ ആണ്, എനിക്ക് 90 വയസ്സ് വരെ ആയുസ് മറ്റേ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അമ്പലവിശ്വാസിയാണ്, പൂജാരിയാണ്, ജ്യോതിഷിയാണ്, ഞാനായ പോലും പെട്ടുപോകുന്നർത്ഥം. ബട്ട് ഇൻഡിക്കേറ്റീവ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവിടേക്ക് ഇപ്പോൾ ഒരു ബോട്ട് അപകടം അത് നടക്കുന്നതിന് മുമ്പ്, നമ്മൾ കയറുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അത് ഇൻഡിക്കേറ്റീവ്. എല്ലാവർക്കും ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഹൃദയാഘാതം വരുന്നവർക്ക് 14 ദിവസം മുമ്പ് ഒരു വേദന വരും, അവരത് ശ്രദ്ധിക്കില്ല. ഹൃദയാഘാതം വരുന്നവർക്ക് ഡോക്ടർമാർ ചോദിച്ചു നോക്ക്, ഇൻഡിക്കേറ്റ് ചെയ്യാതെയും. അതുപോലെ ഈ മരണം ഇൻഡിക്കേറ്റ് ചെയ്യും. അത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അതിൽ പെട്ടുപോകും. ആ ഇൻഡിക്കേഷൻസ് റീഡ് ചെയ്യാനുള്ള കഴിവില്ല. അതാണ് പ്രകൃതി. നമ്മൾ ആ നാച്ചുറൽ ജീവിക്കുമ്പോൾ, പ്രകൃതിയിൽ ജീവിക്കുമ്പോൾ ആ ഇൻഡിക്കേഷൻ കറക്റ്റ് മനസ്സിലാക്കും. നമ്മൾ അയ്യോ ഇന്ന് പോയാൽ പെട്ടുവിട്ടാ, ഇന്ന് പോകണ്ടാട്ടാ. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. ഇന്ന ആള് പാമ്പ് കടിച്ച് വരും, മരുന്ന് റെഡിയാക്കിക്കോ, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് പട്ടി കടിച്ച് വരും, മരുന്ന് റെഡിയാക്കി എന്ന് പറയും. ദാറ്റ് ഇസ് എ ഇൻഡിക്കേഷൻ. ആ ഇൻഡിക്കേഷൻ കിട്ടാതെ പോകുന്ന പ്രശ്നം. അത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതാണ്. പലതും നമുക്ക് ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പുരാണങ്ങളിലടക്കം ദൈവപ്രശ്നത്തിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മളത് മുഖവിലേക്ക് എടുക്കുന്നില്ല. അവിടെ നെയ്മല ഇടിഞ്ഞു എന്ന് പറയുന്നുണ്ട്.
നെയ്മല ഇടിഞ്ഞു വീണു. തൃശ്ശൂർ പൂരത്തിന് നെയ്മല വീഴാൻ പാടില്ല, വീണു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കാരണം പറഞ്ഞില്ല. അപ്പൊ ആ ഇൻഡിക്കേഷൻസ് കിട്ടുമ്പോൾ അത് കൊടുക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ജനമാണ് ഇവിടെ ഉള്ളത്. അത് എനിക്കും പറ്റിയെന്ന് വരില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത്ര വലിയ ആസ്ട്രോളറാണ്, ഒക്കെ ലൈവ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു അപകടം നടന്നാലും എനിക്കത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് സംഭവിക്കേണ്ടതാണ്, അല്ലെങ്കിൽ പ്രകൃതിക്ക് അത് സംഭവിക്കണം എന്നുള്ളതുകൊണ്ടാണോ? പ്രകൃതി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നടക്കുന്നത്. ഈ ഭൂമി എന്നെ സപ്പോർട്ടഡ് ആണ് ആ കാര്യത്തിന്. അതുകൊണ്ടാണ് ഈ ആഭിചാരം, മന്ത്രം, കൂടോത്രമൊക്കെ തളച്ചു വളരാനുള്ള കാരണം. ആ ഭൂമി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഞ്ചാവ് വിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഈ എറണാകുളത്ത് ഇവിടെ തന്നെ കഞ്ചാവില് ഏറ്റവും നമ്പർ 1 ആയിട്ട് ഒരാളുണ്ടാവും. അയാൾ കോടിയിൽ ഉണ്ടാക്കുന്നുണ്ടാവും, പോലീസ് വരെ പിടിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അയാൾ കഞ്ചാവ് വിൽക്കുന്നില്ലേ? പ്രകൃതി സപ്പോർട്ട് ചെയ്യാൻ ആൾക്ക് വളരാൻ പറ്റില്ലല്ലോ. കറക്റ്റ്. പക്ഷെ അയാൾ വിൽക്കുന്നുണ്ട്, അയാൾ കാശ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് പല രീതിയിൽ കാശ് ഉണ്ടാക്കാം. അയാൾ കഞ്ചാവ് വിറ്റ് കാശ് ഉണ്ടാക്കുന്നുണ്ട്, സിഗരറ്റ് വിറ്റ് കാശ് ഉണ്ടാക്കുന്നുണ്ട്, മദ്യം വിറ്റ് കാശ് ഉണ്ടാക്കുന്നുണ്ട്, ബ്ലാക്ക് മണി ചെയ്തിട്ട് കാശ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രകൃതിക്ക് നല്ലവൻ ചീത്ത അങ്ങനെയല്ല. പ്രകൃതിക്ക് പ്രകൃതിയുടെ കാര്യം നടക്കണം. അതുപോലെയാണ് നമ്മൾ രണ്ടുപേരും. ചേട്ടൻ ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നതായാലും ഈ യൂട്യൂബ് ചാനലിന്റെ ഓണർ ആയാലും അതിന്റെ സംഭവം തന്നില്ല. ആ പ്രകൃതിക്ക് ഇവിടെ ഒരു കാര്യം നിങ്ങളിലൂടെ നടത്താനുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് നടത്തുമ്പോൾ നിങ്ങളുടെ ജാതകവുമായി ബന്ധപ്പെട്ടാണ് അത് കാര്യമെങ്കിൽ അത് പ്രോപ്പറായിട്ട് ആ വഴിക്ക് പോകും. നേരെ മറിച്ച് നമ്മുടെ ജാതകവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യത്തിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രോബ്ലംസ് വരുന്നത് നടത്തും. ഈ കാവുകൾ എത്രത്തോളം നമ്മളുമായിട്ട് സ്വാധീനം ചെലുത്തുന്നു? ഇപ്പം ജ്യോതിഷപരമായിട്ട് നോക്കുകയാണെങ്കിലും അല്ലാതെ നമ്മൾ പ്രകൃതി ഒരു സ്നേഹിയാണെന്ന് നോക്കുകയാണെങ്കിലും എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് കാവുകൾ? ഇതിന് ഉത്തരം ഞാൻ തരാം. പക്ഷേ ചേട്ടൻ ആദ്യമായിട്ട് ഇതിന് ഉത്തരം കേൾക്കാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയട്ടെ, ഈ വീഡിയോ എത്ര പേര് കാണും? ഏകദേശം ഒരു 10,000 പേര് കാണാമായിരിക്കും അല്ലേ? മേ ബി, ചിലപ്പോൾ കൂടുതൽ കാണാം. പക്ഷേ ഈ 10,000 പേർക്കും ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവുക. ഫസ്റ്റ് ടൈം, ജീവിതത്തിൽ ഫസ്റ്റ് ടൈം. അതായത് മനുഷ്യന്മാരുടെ കയ്യിൽ ഇല്ലാത്ത ഇൻഫർമേഷനാണ് ഞാൻ പറയാൻ പോകണം. വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാവുള്ളൂ. കാ പ്ലസ് വ എന്ന് പറഞ്ഞ അർത്ഥം. കാ പ്ലസ് വ. ഈ വ് എന്ന് പറഞ്ഞ അർത്ഥം ചന്ദ്രക്കല ഇടും, ചന്ദ്രൻ. അപ്പൊ ഈ വ് എന്ന് പറഞ്ഞ അക്ഷരം എവിടെയൊക്കെ വരുന്നുണ്ടോ? മിന്നാമിനിങ്, വെളിച്ചം, ചന്ദ്രന്റെ അത് വെളിച്ചം, മിന്നാമിനിങ് അതിൽ ഇട്ട് ചന്ദ്രകല, ശിവന്റെ ചന്ദ്രകല പോലെ ഇട്ടിരിക്കും. അപ്പൊ വ് എന്ന് പറഞ്ഞ ചന്ദ്രൻ കണക്റ്റഡ് ആണ്. വ എന്ന് പറഞ്ഞാൽ വലുത് എന്നാണ് അർത്ഥം. വായ, കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, എനർജി ഉള്ളിലേക്ക് പോകുന്നു. വായ, അതിന് വാ വരുന്ന എല്ലാ വാക്കുകളും വലുത്, വിമാനം ഒക്കെ വലുതാണ്. ക എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ നിരന്തരമായി നിൽക്കുന്ന എനർജി, നിരന്തരമായിട്ടുള്ള അർത്ഥം കാവ്. അതാണ് കോവിൽ എന്ന് വിളിക്കുന്നത്. കോവിൽ, കാവരോടെ. കാക്ക, ക, നിരന്തരമായിട്ട്, അതായത് നിരന്തരമായിട്ട് അവൻ ആത്മാക്കളെ ചുമന്നുകൊണ്ടിരുന്ന നിരന്തരമായിട്ടുള്ള അർത്ഥം ക. കറുപ്പ് അർത്ഥം വരുന്നുണ്ട് കേട്ടോ, ഇല്ല. സോ അപ്പോൾ കാവിന് ഡീകോഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? നിരന്തരമായിട്ട് നിലനിൽക്കുന്ന വലിയ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലായി. ഇനി ഇതിനെ ഈ ഡീകോഡ് ചെയ്തതിലേക്ക് ഇതിനെ കൊണ്ടുവരണം. അങ്ങനെയാണ് നമ്മൾ ഡീകോഡ് ചെയ്തെടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ. പണ്ട് കാലത്തെ കാവ് എന്നൊരു സംഭവം നിർമ്മിക്കുന്നത് വളരെ സിമ്പിളായിട്ടൊരു ഏരിയ ഡിസൈൻ ചെയ്യും. ഇത്ര ഏരിയ ഡിസൈൻ ചെയ്യും. ആദ്യമേ അത് ഡിസൈൻ ചെയ്യും. ആ ഡിസൈൻ ചെയ്തിട്ട് അവിടുത്തെ മരങ്ങളെല്ലാം വെട്ടിക്കളയും. വേരുകൾ, മരത്തിൻ്റെ വേരുകൾ തൊട്ട് എല്ലാ മരങ്ങളും എടുത്ത് കളയും. അവിടെ ഒരു മരവും ചെടിയും മുളയ്ക്കാത്ത രീതിയിലാക്കും. എന്നിട്ട് അവിടെ ആ മണ്ണ് എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ ഇടും മണ്ണ്. എന്നിട്ട് അവിടെ നല്ല മിനിസം പോലെ, നല്ല ലെവല് പോലെ ആക്കിയിടും. കാവ് ഉണ്ടാക്കുന്ന രീതിയുടെ പണ്ട് കാലത്ത് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ. ഓക്കെ. അതിനുശേഷം ഒരു മരം അവിടെ ഉണ്ടാവില്ല. ഓക്കെ. എന്നിട്ട് അവിടെ ദൈവത്തെ പ്രതിഷ്ഠിക്കില്ല. ദൈവത്തെ പ്രതിഷ്ഠിക്കാതെ അവിടെ വിളക്ക് കത്തിക്കാൻ പറയും. ഓക്കെ. വിളക്ക്, അപ്പോൾ ഈ വിളക്ക് കത്തിക്കുന്നത് ഈ തറവാട്ടിൽ നിന്നും ഓരോരുത്തർ പോയിട്ട് വേണം ഡെയിലി വിളക്ക് കത്തിക്കാൻ. അവിടെ ഒരു വിളക്ക് ഉണ്ടായിരിക്കും, വേറെ ഒന്നും ഉണ്ടാവില്ല. ഒരു തറ മാത്രം ഉണ്ടാവില്ല, ഒരു തറ മാത്രമുള്ള, വേറെ ഒന്നുമില്ല, വെറും പറമ്പ്. അവിടെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഈ വിളക്ക് കത്തും. ഈ വിളക്ക് കത്തുമ്പോൾ ഈ വിളക്കിൻ്റെ ആ വെളിച്ചം അനുസരിച്ച് അവിടെ എന്തുവരും? രാത്രി എന്തുവരും? കീടങ്ങൾ, അതായത് പുഴുക്കൾ, കീടങ്ങൾ, പറക്കുന്ന ചെറിയ ചെറിയ പ്രാണികൾ വരും. ഈ പ്രാണികൾ വിളക്കിനെ ആകർഷിച്ചിട്ട് അവിടെ വന്ന് മരിക്കും. അല്ലെങ്കിൽ അവിടെ വന്നിട്ട് രാത്രി വന്ന സാധനം പകല അവിടെ ആ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ഈ പ്രാണികൾ, ദൂരെ നിന്ന് വന്ന പ്രാണികൾ. ഈ പ്രാണികളെ തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് പക്ഷികൾ വരും. ഈ പക്ഷികൾ ഈ പ്രാണികൾ തിന്നും. ഡെയിലി ഇത് നടന്നുകൊണ്ടിരിക്കും കേട്ടോ, ദിവസവും നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഈ പക്ഷികൾ, ഈ ചില പ്രാണികൾ തിന്നാൻ വേണ്ടി ചില പക്ഷികൾ മാത്രമേ വരുള്ളൂ. ഈ ചില പക്ഷികൾ വന്നിട്ട് അവിടെ വന്നിട്ട് അവരെ കാഷ്ടം അവിടെ ഇടും. നമ്മൾ കണ്ടിട്ടില്ല, പോകുമ്പോൾ വലിയൊരു പോക്കളുടെ മുകളിൽ ഒരു ആല്, കുഞ്ഞാലൊക്കെ വളർന്നത്. അതെങ്ങനെയാ? പക്ഷികൾ തിന്നിട്ട് അല്ലെങ്കിൽ അവിടെ വന്നിട്ട് അതിന്റെ വേസ്റ്റ് കൊണ്ടിട്ടാണ്. ഈ കാഷ്ടത്തിലൂടെയും പക്ഷികൾ പറഞ്ഞു വരുമ്പോൾ അവരെ ചുണ്ടിന്റെ ഇടയിലും വായയുടെ ഇടയിലും ഈ വിത്തുകൾ ഉണ്ടാവും, ചെടികളുടെ. ആ വിത്തുകൾ അവിടെ വന്ന് വരും. ഓക്കെ. അപ്പൊ ആ വിത്തുകൾ അവിടെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഓട്ടോമാറ്റിക്കലി മഴ പെയ്യുമ്പോൾ ആ വിത്തുകൾ ഏതാണോ ആ വിത്തുകൾ അവിടെ മുളച്ച് ചെടിയായിട്ട് വളരും.
ചെടികൾ വളരും. ചെടികൾ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇതേ ആള്, ഈ കാവ് നിർമ്മിക്കാൻ വന്ന ആള് വന്ന് നോക്കും ഏത് രീതിയിലുള്ള ചെടികളാണ് വളർന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട് മരങ്ങൾ വയ്ക്കാൻ പറയും. അതുമായിട്ട് ബന്ധപ്പെട്ട മരങ്ങൾ, ആ ചെടികളുടെ കണക്റ്റനുള്ള മരങ്ങൾ അവിടെ നടാൻ പറയും. അപ്പോൾ അവ പറഞ്ഞു ഇന്ന സ്ഥലത്ത് മരങ്ങൾ വെച്ചാൽ ഇപ്പോൾ പാല നടാൻ പറയും. അങ്ങനെ പല രീതിയിലുണ്ട് ഈ മരങ്ങൾ നടും. ഈ മരങ്ങൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? പിന്നെ അവിടെ ഈ കീടങ്ങളും പ്രാണികളും അവിടെ തന്നെ ഈ മരത്തിന്റെ ഉള്ളിൽ തന്നെ വരികയും വിളക്ക് കത്തിക്കുമ്പോൾ, രാത്രിയിൽ വിളക്ക് കത്തിക്കുമ്പോൾ 6 മണി മുതൽ രാത്രി 9 മണി 10 മണി വരെ കീടങ്ങൾ വരികയും ഈ കീടങ്ങൾ എന്ത് സംഭവിക്കും? അവിടെ വരികയും ഈ കീടങ്ങൾ തന്നെ പക്ഷികൾ വരികയും പക്ഷികൾ വീണ്ടും ഇത് ചെയ്യുകയും പക്ഷികൾ കൂട് കൂട്ടുകയും മുട്ട ഇടുകയും ചെയ്യും. അങ്ങനെ അതൊരു ചെറിയൊരു കാടായിട്ട് മാറും. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട വേറെ സത്യമുണ്ട്. 2 ടൈപ്പ് കാടുകളുണ്ട്. അതാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറഞ്ഞത്. പ്രേക്ഷകരാരും വളരെ വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവുള്ളൂ. 2 ടൈപ്പ് കാടുകളുണ്ട്. ഒന്ന് ആയുർവേദ ചെടികൾ നിൽക്കുന്ന കാവും, ഒന്ന് മാവുകളും മറ്റുള്ള മരങ്ങളും നിൽക്കുന്ന കാവുകളും. അതായത് രാസ കീടങ്ങളുമായി ചില ഇലകളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഭയങ്കര സ്മെല്ല് വരും. അങ്ങനത്തെ ഈ പറയുന്ന ശവനാല് പൂന്നൊക്കെ അങ്ങനെ എന്തോ പറയും. അങ്ങനത്തെ പൂക്കളുള്ള കാവും, ഈ വേറെ കാവാണെങ്കിൽ ഇപ്പൊ അപ്പുറത്തെ വീട്ടിൽ വേറെ വീട്ടിലുള്ള സ്ഥലത്ത് കാവാണെങ്കിൽ എന്ത് ചെടികളുണ്ടാവും? ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെടികളുള്ള കാവായിരിക്കും അവിടെ ഉണ്ടാവും. അവിടെ ആയുർവേദ മരങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ ആയുർവേദവുമായി ബന്ധപ്പെട്ട്. ഇതിന്റെ സീക്രട്ട് എന്താണെന്നറിയോ? ഈ കെമിക്കലുമായി ബന്ധപ്പെട്ടുള്ള കാവ് ഏതാണോ അവിടെ രാഹുവിനെ റെപ്രസെന്റ് ചെയ്യുകയും, ഈ ഇപ്പുറത്തെ ഇതിൽ ആയുർവേദമാണ് കേതുവിനെ റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആയോ? കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പുറ്റ് വരും. കറക്റ്റ്. ഓക്കെ. ഈ പുറ്റിനകത്ത് 2 ടൈപ്പ് പുറ്റുണ്ട്. ഒന്ന് ഉറുമ്പുകൾ കൂടുകൂട്ടുന്ന പുറ്റും, 2 ചിതലുകൾ കൂടുകൂട്ടുന്ന പുറ്റും. ക്ലിയർ? ഉറുമ്പുകൾ കൂടുകൂട്ടുന്ന പുറ്റ് രാഹുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന കാവിലായിരിക്കും ഉറുമ്പിന്റെ പുറ്റുണ്ടാവുക. കറക്റ്റ്. കേതുവിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് ചെതലുണ്ടാവും. ഈ ചെതലുകൾ മഴ പെയ്യുന്ന സമയത്ത് ഇത് വീണ്ടും പറക്കുകയും ഇവയെ തിന്നാൻ വേണ്ടി വീണ്ടും പക്ഷികൾ വരികയും ഈ പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചെടികളാവും, അവിടെ കാടാവും, അത് ഒരുപാട് ഇതുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പുറ്റ്. ഞാൻ 2 ടൈപ്പ് പുറ്റുണ്ടെന്ന് പറഞ്ഞല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ടോ? രാത്രി നേരങ്ങളിൽ നമ്മുടെ വീടിനകത്ത് ഈ ചെതലല്ല പറഞ്ഞു വരാം, ഉറുമ്പിന്റെ പോലെ ബ്ലാക്ക് കളറിൽ വരും. അത് കടിച്ച പ്രശ്നമാണ്. പക്ഷെ ചെതല് വന്ന ഒരു പ്രശ്നമില്ല. ചെതല് വന്നതിന് ചെതൽ പോയി ഇങ്ങനെ നടക്കണ്ടാവും ഇല്ലേ? അപ്പൊ 2 ടൈപ്പ് പറക്കുന്ന ചിതല് പോലുള്ള സാധനം ഉണ്ട്. ക്ലിയർ ആയാലും ഇതൊന്നും തെറ്റരുതിട്ടാ, മാറരുത്. ഈ പുറ്റുണ്ടല്ലോ, പല വർഷങ്ങളായിട്ട് ഒരു 10-20 വർഷമായിട്ടുള്ളൊരു പുറ്റ്. ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ചേട്ടാ? പുറ്റിനെ എങ്ങനെയാണ് കാണുന്നത്? പുറ്റിനെ നമ്മൾ കാണുന്നത് ചിലപ്പോൾ ഈ പാമ്പിനെയൊക്കെ നമ്മൾ പാമ്പിലേക്ക് വരാം, അവിടെ നിൽക്കട്ടെ. പുറ്റിനെ കുറിച്ച് മാത്രം പറഞ്ഞു. എന്തിനാണ് ഉറുമ്പുകൾ പുറ്റുണ്ടാക്കണത്? ചെതലുകൾ എന്തിനാണ് പുറ്റുണ്ടാക്കണത്? അവരുടെ ഷെൽട്ടർ അല്ലേ? യെസ്. അവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ സയൻസ് വിക്കിപീഡിയ എടുത്തോക്ക്, ഡിസ്കവറി ചാനൽ എടുത്തോക്ക്. നമുക്ക് പുറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു 2 അടി 3 അടി 4 അടി ഹൈറ്റിൽ ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഭൂമിക്കടിയിൽ അവർ വലിയൊരു പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതെ അതെ അതെ. അതായത് നമ്മൾ നിൽക്കുന്ന ആ ഭൂമിക്കടിയിൽ അവിടെ ക്ലൈമറ്റ് വരെ ഇത്ര ഡിഗ്രി ചൂട്, അവിടെ അത്ര ഡിഗ്രി ചൂട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഭൂമിക്കടിയിൽ ഈ ഉറുമ്പുകൾ രാഹുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന കാവിന്റെ ഉള്ളിൽ ഈ ഉറുമ്പുകൾ വലിയ മാളങ്ങൾ, തുറക്കുന്ന പോലെ വലിയ മാളങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ തറയുടെ താഴെ എല്ലാ മരങ്ങളുടെ വേരുകളിലേക്ക് ഉറുമ്പുകൾ എവിടെ പോയിട്ട് നിൽക്കുക, തുറന്നിട്ട് മരങ്ങളുടെ വേരുകളിലേക്ക്. കറക്റ്റ്. അപ്പൊ ഈ എല്ലാ തുളകളും, അതായത് ഒരുപാടുണ്ടാവും, ഒന്നല്ല, ഒരു 50ഓളം അറകളുണ്ടാവും. ഈ അറകൾ മൊത്തം എവിടെ ഉണ്ടായിരിക്കും? മരങ്ങളുടെ വേരുകളിലേക്ക് പോയിട്ട് കണക്റ്റഡ് ആവും. കാരണം മരങ്ങളുടെ വേരിൽ നിന്ന് ഇവർക്ക് ഭക്ഷണം എടുക്കാൻ പറ്റും ഉറുമ്പുകൾക്ക്. കേതുവിന്റെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതേ ചിതലുകൾ ഉണങ്ങിയ മരങ്ങൾ, അതായത് അവിടെ ഉണങ്ങാറായ മരത്തിന്റെ വേരുകളിലേക്ക് പോവും. അവിടെയും ഇതേ പ്രതിഭാസം തന്നെ ഭൂമിക്കടിയിൽ. ഉറുമ്പിന്റെ പുറ്റുകൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കും, ചെതലിന്റെ പുറ്റ് കുറച്ച് ഇതായിരിക്കും. അപ്പൊ ഈ പുറ്റ് ഉയർന്നു വരുന്നില്ലേ, ആ മണ്ണ് എവിടുന്ന? കറക്റ്റ്. അപ്പൊ ഈ മണ്ണിനടിയിൽ കിടക്കുന്ന ഈ പുറ്റ് ഇവര് മണ്ണ് എടുത്തോണ്ട് പുറ്റാക്കിട്ട് പണിയുന്ന തോറും ഇതിന്റെ അടിയിൽ വലിയൊരു ഭൂമിക്കടിയിൽ, അതായത് വലിയ താഴ്ചയിൽ, ഇപ്പൊ ഏകദേശം ഒരു 6 അടിയോ 5 അടിയോ താഴ്ചയിൽ വലിയ അളകൾ നിർമ്മിച്ച് അവിടുത്തെ ക്ലൈമറ്റ് കറക്റ്റ് ആയിരിക്കും. ഈ മരങ്ങൾക്ക് ഈ ക്ലൈമറ്റ്, ഇതിന് മരങ്ങളുടെ വേരുകൾക്ക് ക്ലൈമറ്റ് നിർബന്ധമാണ്. ഭൂമിക്കടിയിലെ ക്ലൈമറ്റ്, മുകളിലെ ക്ലൈമറ്റ് വിട്, അടിയിലെ ക്ലൈമറ്റ് നിർബന്ധമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അവിടെ എന്നിട്ട് എന്ത് ചെയ്യും എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രതിഷ്ഠ നടത്തും. ഇതിന് ശേഷമാണ് പ്രതിഷ്ഠ നടത്തുക. 10-15 കൊല്ലം പിടിക്കാം. ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത് രാജരാജേശ്വരി, ദേവികള്, ചിലപ്പോ കൃഷ്ണനും വിഷ്ണുവും ശിവനും ആവില്ല.
ഓരോ അങ്ങനത്തെ ദേവിമാർ ഇവരൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇതെന്തിനാന്നുണ്ടെങ്കിൽ വിഷ്ണുമായ അങ്ങനെ പലരും വെക്കും. അതെന്തിനാന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിൽ അവരൊരു 40ഓളം കുടുംബങ്ങളായിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. അവരുടെ ഫാമിലി എന്തൊക്കെ അസുഖങ്ങളാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഉദാഹരണം, കുട്ടികൾ പെട്ടെന്ന് മരിച്ചു പോവുക, കല്യാണം നടക്കാതിരിക്കുക, കല്യാണം ലേറ്റ് ആവുക, ഫാറ്റ് ലിവർ, ഫാറ്റൊക്കെ വരിക. അപ്പൊ അത് ഏത് ഗ്രഹമായിരിക്കും? ഗുരു എന്ന് പറഞ്ഞ ഗ്രഹമായിരിക്കും. അപ്പൊ ആ ഗുരു എന്ന് പറഞ്ഞ ഗ്രഹത്തിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ഗുരു ഗ്രഹത്തിനെ പോസിറ്റീവ് ആക്കുന്ന ദേവിയും ദൈവവും ഏതാണോ അതിനെയാണ് അവിടെ പ്രതിഷ്ഠിക്കുക. ഇനി കേതുവിലേക്ക് വരാം. അപ്പുറത്ത് കേതുവിൻ്റെ അവിടെ എന്താണ് മരുന്ന് ചെടികളാണ്. ഈ മരുന്ന് ചെടികൾ അവിടെ വളർന്നു വരുന്തോറും ആ മരുന്ന് ചെടികളെ ഇല നുള്ളി നമ്മൾ എന്ത് ചെയ്യും? മരുന്നുണ്ടാക്കും. ആടലോടകം പോലെ അതൊക്കെ ഉണ്ടാക്കും. അതിന് മുമ്പ് വേറൊരു സീക്രട്ട് ഉണ്ട്. ആ പ്രധാനപ്പെട്ട സീക്രട്ടിലേക്കാണ് ഞാനിപ്പോൾ വരാൻ പോണത്. അതായത് പഞ്ചഗവ്യം എന്ന് പറഞ്ഞ സംഭവങ്ങൾ പുറ്റിലൊഴിക്കും. നമ്മളെന്തിനാ പറഞ്ഞത്? പാമ്പിന് ഒഴിച്ചു കൊടുക്കുന്നല്ലേ വിചാരം? അല്ലേ? തെറ്റായ രീതി, തെറ്റായ ചിന്താഗതിയും സത്യത്തെ കൊണ്ടുവരാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നം. ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഈ പഞ്ചഗവ്യം ഉണ്ടാക്കിയിട്ടേ നമ്മുടെ മുമ്പിൽ അഗ്നിയും ഈ അവിലും മലരും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ഒഴിയും, അല്ലേ? അവിലും മലരും ഈ സാധനങ്ങളൊക്കെ കൂടിയിട്ട് പഞ്ചഗവ്യം എല്ലാം കൂടിയിട്ട് നമ്മൾ ഒഴിയും. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ പരാതികൾ, നമ്മുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ എവിടെ ഉണ്ടാവും? ഈ ജലത്തിന്റെ ഉള്ളിലുണ്ടാവും. വാട്ടർ മെമ്മറി ഉണ്ടല്ലോ, വാട്ടർ മെമ്മറി പഠിച്ചിട്ടുണ്ടല്ലോ, സയൻസ് ആണ്. വാട്ടറിൽ മെമ്മറി ഉണ്ടാവും. ഈ പഞ്ചഗവ്യം ഒരു പണ്ടൊക്കെ 5-6 കുടം ഉണ്ടാവും. ഓരോരുത്തരും ഒരു കുടമാണ്, ഒരു കുടത്തിലാണ് ഉണ്ടാവുക. ആ കുടമാണ് അവൻ നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മുടെ ഇപ്പൊ തേങ്ങ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നെഗറ്റീവ് കയറുമല്ലോ. അതേപോലെ ഈ കുടത്തിന്റെ കുടം, ചെറിയ കുടം, ഇത്ര കുടമായിരിക്കും. ഈ കുടനെ വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇവന്റെ കുടുംബത്തിലുള്ള എല്ലാ ചിന്തകളും എല്ലാ പ്രശ്നങ്ങളും ഈ കുടത്തിനുള്ളിലേക്ക് പോകും. ഈ കുടം പോയിട്ട് എവിടെ ഒഴിക്കണേ? പാമ്പിനാണെന്ന് പറഞ്ഞ് വച്ചിച്ച് പുറ്റിലൊഴിക്കും. പുറ്റിലൂടെ ഈ വെള്ളം എവിടേക്കാ പോവാ? ഈ വേരുകളിലേക്ക്. ദാറ്റ്സ് പോയിന്റ്. എന്തുകൊണ്ടാണ് ഈ സത്യം മനസ്സിലാക്കാത്തത്? ഈ വേര് പോയാൽ വേരെന്ത് സംഭവിക്കും? പുഷ്ടിപ്പെടും. അല്ല, അവിടെയാണ് ആ സീക്രട്ട് ഇരിക്കുന്നത്. നമ്മുടെ ചിന്തകളില്ലേ, നമ്മുടെ തോട്ട്സ്, നമ്മുടെ അസുഖങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, അല്ലെ? നമ്മുടെ പ്രശ്നങ്ങളും അസുഖങ്ങളും പ്രശ്നങ്ങളും ഉള്ള കാര്യം നമ്മൾ ഈ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ, ഈ പറയുന്ന പാമ്പിന്റെ പുറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ, ഈ പുറ്റിന്റെ ഉള്ളിലൂടെ ഈ ജലം ഒലിച്ചൊലിച്ചൊലിച്ച് പോയിട്ട്, ഞാൻ പറഞ്ഞ അവിടെ പോയി നിൽക്കുന്ന പറഞ്ഞ അവിടുത്തെ മരത്തിന്റെ വേരുകളിൽ ഈ മരത്തിന്റെ പേര് എന്ത് ചെയ്യും? പഞ്ചഗവ്യല്ലേ വരണേ? അതിലെല്ലാം എനർജി ഉണ്ടാവുമല്ലോ, പഞ്ചഭൂതങ്ങളെ കണക്റ്റഡല്ലേ. മരം എന്ത് ചെയ്യും? ഇതിന് വേഗം വലിച്ചെടുത്തിട്ട് മരത്തിന്റെ ഇലകളിലേക്ക് ഇടും. പെട്ടെന്ന് തന്നെ 24 hours കൊണ്ട് ഇത് വലിച്ചെടുക്കും. അങ്ങനെ ഇത് പതുക്കെ വലിച്ചെടുത്തിട്ട് ഇത് നേരെ എല്ലാ മാസവും ഇത് ചെയ്യും, അല്ലെങ്കിൽ വർഷത്തിൽ ചെയ്യും. എടുത്തിട്ട് ഈ ഇലകളിലേക്ക് പോകും. ഈ ഇലകൾ എന്ത് ചെയ്യും? പ്രകൃതിയിലേക്ക് ഇതിന്റെ ഫ്രീക്വൻസി വിടും. ദാറ്റ് മീൻസ് ഒരു റഡാർ ആന്റിന പോലെ അതവിടെ വർക്ക് ചെയ്യും. ഈ സാധനം പ്രകൃതിക്ക് പോയാൽ പ്രകൃതി എന്ത് പോയാലും തിരിച്ചു വരും. അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. എന്ത് പോലും തിരിച്ചു വരും, മുകളിലേക്ക് പോലും തിരിച്ചു വരും. എല്ലാത്തിനും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ സംഭവിക്കുന്നുണ്ട് തിരിച്ചൊരു ഓപ്പോസിറ്റ് എനർജി തിരിച്ചു വരും. അത് ഈ മരങ്ങളിലൂടെ തന്നെ വരുന്നർത്ഥം. അതിനാണ് ഈ മരങ്ങൾക്ക് പ്രാധാന്യം, ആലിനൊക്കെ പ്രാധാന്യം, എല്ലാ അമ്പലങ്ങളിലും മരങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ഏത് മരത്തിലൂടെയാണോ ഈ എനർജി പോയത്, ആ മരത്തിലൂടെ തന്നെ ഇതിന് സൊല്യൂഷൻ വരും. നേരെ മറിച്ച് അമ്പലത്തിലാണെങ്കിൽ അവിടെ സമാധി വേണം. സമാധി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അടുത്ത ചോദ്യം സമാധിയിലേക്ക് നമുക്ക് പോവാം. അപ്പൊ സമാധി, ഇപ്പൊ പഴനിയിൽ ബോഗറുടെ സമാധി, ഇപ്പൊ ബോഗർ സമമായി ജീവിതത്തിലുള്ളതുകൊണ്ട് ബോഗറുടെ സമാധിയിലൂടെ ഫ്രീക്വൻസി പോവും. കാവാകുമ്പോൾ ഈ മരത്തിലൂടെ പോവും. കാരണം അവിടെ പ്രതിഷ്ഠയ്ക്ക് പ്രാധാന്യം ഇല്ല. ഉണ്ട്, പ്രതിഷ്ഠയ്ക്ക് പ്രാധാന്യം ഉണ്ട്, അത് മനുഷ്യരിലേക്കാണ്. പക്ഷെ പ്രകൃതിയിലേക്ക് കണക്ട് ആവാൻ ഈ മരത്തിന്റെ ഉള്ളിലൂടെ ഈ ഇലകളിലേക്ക് നമ്മുടെ തോട്ട്സുകൾ പോവുകയും അതിനുള്ള സൊല്യൂഷൻ ആ മരങ്ങൾ തന്നെ തിരിച്ചു തരികയും ചെയ്യും. അങ്ങനെ ആ മരങ്ങളുടെ ഉള്ളിലൂടെ തന്നെ തിരിച്ച സൊല്യൂഷൻ വരികയും ചെയ്യും. അത് കേതുവിലേക്ക് പോകുമ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. കേതുവിലേക്ക് പോകുമ്പോൾ, കേതുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന കാവിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, അവിടുത്തെ പഞ്ചഗവ്യം സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ കേതുവിന്റെ ഈ ചെതലിന്റെ പുറ്റിലേക്ക് വെച്ചു കൊടുക്കും. നേരെ ഉണങ്ങിയ മരത്തിന്റെ പേരിലേക്ക് പോകും. മരമെല്ലാം പുഷ്ടിപ്പെടും. ഇതാണ് പ്രകൃതിയുടെ സയൻസ്. മരമെല്ലാം പുഷ്ടിപ്പെടും. പെട്ടെന്ന് അതൊരു കാടായി മാറും. അവിടത്തെ ചെടികളിൽ ഉള്ളിൽ എന്ത് വരും? ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഈ മരുന്ന് ചെടി എന്ന് പറയുന്നുണ്ടല്ലോ, ഈ മരുന്ന് ചെടികൾ ഈ ആയുർവേദശാലൊക്കെ തോന്നിയ സമയത്ത് നട്ടുച്ചയ്ക്ക് പോയി പറിക്കൂ? ഇല്ല, ടൈമുണ്ട്. അതിനൊരു ടൈമുണ്ട്. ആ ടൈമിലല്ലേ പറിക്കുള്ളൂ. അതേപോലെ തന്നെ ആ സമയത്ത് ഇപ്പോൾ പുലർച്ചെ 3 മണി 4 മണി സമയത്ത് നമ്മുടെ ചിന്തകൾ, നമ്മുടെ സൊല്യൂഷൻസ് ആ ചെടികളിൽ ഉണ്ടാവും. ദാറ്റ് ഇസ് എ കെമിക്കൽ.
ആ ഇല പൊട്ടിച്ച് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അസുഖങ്ങൾ പമ്പാടക്കും. കറക്റ്റായിട്ടുള്ള മരുന്നായിരിക്കും ഉള്ളിലേക്ക് ചെല്ല, അസുഖങ്ങൾ മാറും. ഇതാണ് കാവിൻ്റെ സീക്രട്ട്. അതുകൊണ്ടാണ് കാവ് പെട്ടെന്ന് കാടായിട്ട് മാറുന്നതിൻ്റെ കാരണം ആ പ്രകൃതിനെ സംരക്ഷണം. പക്ഷേ ഇവരെന്ത് ചെയ്തുണ്ടെങ്കിൽ ഈ കുട്ടികൾ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രേതമുണ്ട്, യക്ഷിയുണ്ട്, മറുതുണ്ട്, പിന്നെ പാമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ്, പാമ്പ് പിന്നെ സ്വാഭാവിക ഒരാളെ കണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി ജീവിക്കില്ലേ. അതിന്റെ തണുപ്പ് എന്ന് പറയാൻ പറ്റില്ല, ആ ക്ലൈമറ്റ്, പാമ്പിന് പറ്റിയ ക്ലൈമറ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അങ്ങനെയാണ് ഇത് പുറ്റ് നിർമ്മിക്കവര്. അതിനെ കുറിച്ച് പഠിക്കണം, വെറുതെ പറഞ്ഞിട്ട് കാര്യം. ഈ പാലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പാല് തന്നെ നമ്മുടെ പാലിന്റെ ഉള്ളിൽ പെട്ടെന്ന് നമ്മൾ പാതിരാത്രി പോണ സമയത്ത് പാല് കുടിക്കാൻ പറയും. തോട്ട്സ്, ചിന്ത, പകുതി പാല് പകുതി ആണും പെണ്ണും കുടിക്കും. ആ പാലിൻ്റെ ഉള്ള തോട്ട്സ് ഉണ്ട്, ചിന്തയുണ്ട്. ഇത് കുടിക്കുമ്പോൾ ആ ചിന്ത നോക്കുമ്പോൾ ഇപ്പോൾ വെള്ളത്തിനെയും നമ്മൾ ചോറിനെയും നീ നല്ലവനാണ്, ഗുഡ് തിങ്സ് എന്ന് പറയുമ്പോൾ ആ ചോറ് അങ്ങനെ ഇരിക്കുകയും നീ പൊട്ടയാണെന്ന് പറയുമ്പോൾ കേടാവും എന്നുള്ള സയന്റിഫിക് എക്സ്പീരിയൻസ് ഒരുപാട് നടന്നിട്ടില്ലേ. അതുപോലെ ആ പാലിനുള്ളിൽ എന്തുണ്ടാവും, നമ്മൾ ആ പാലിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, ഈ ചിന്ത ഉണ്ടാവും, തോട്ട്സ്. കളക്റ്റീവ് ബ്രെയിൻ എന്നാണ് ഞാൻ പറയാം, കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. തീർച്ചയായും. അപ്പൊ ഇതാണ് കാവിന്റെ സീക്രട്ട്. ഇത് ആദ്യമായിട്ടല്ലേ കേൾക്കണേ? ആദ്യമായിട്ട്. ഈ പ്രേക്ഷകർ ആദ്യമായിട്ടല്ലേ കേൾക്കണേ? ഇതുപോലത്തെ 1000 സീക്രട്ട് എൻ്റെ ഉണ്ട്. 1000 ഒന്നല്ല 1000 എണ്ണിയാൽ തീരാത്ത സീക്രട്ടുകൾ. ഭൂമിയുടെ എണ്ണിയാൽ തീരാത്ത സീക്രട്ട് കൊണ്ടുവരുന്ന ബ്രെയിനാണ് എൻ്റെ ബ്രെയിൻ. സോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രെയിനാണ്. അതങ്ങനെ ആക്കി എടുത്തതാ, പല വർഷങ്ങൾ ധ്യാനിച്ചും മെഡിറ്റേഷൻ ചെയ്തിട്ടും. ഇതൊക്കെ തെറ്റാണെന്ന് പറയുകയും ഞാൻ മണ്ടനാണെന്നും പറയുകയും ചെയ്യുന്ന ഈ സമൂഹത്തിനെ നമ്മൾ ഇങ്ങനെ പ്രതികരിക്കും. ഇതിനെന്ത് നമ്മൾ പറയും?